ഒരു നാട് മുഴുവനും നിങ്ങളുടെ ഭരണത്തിനെതിരാണെങ്കിൽ അവിടെ പ്രശ്നം നാട്ടുകാരല്ല, നിങ്ങളാണ്. അല്ല, എനിക്കറിയാത്തത് ഒരു മനുഷ്യജീവന് കല്ലിന്റെ വില പോലും ഇല്ല ഈ നാട്ടിൽ. 8 ദിവസത്തോളമായി കടലിലേക്ക് പോയ 3 മനുഷ്യന്മാരെ കാണാതായിട്ട്. ഇവിടെ അതിനേക്കാൾ അതിശയം എന്താണെന്നറിയോ? 8 ദിവസത്തോളമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഉത്തരവാദിത്തപ്പെട്ട മറുപടിയും വന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ളൊരു ധാരണയിലാണോ നിങ്ങളിപ്പോൾ ഭരിക്കുന്നത്? കടലിലേക്ക് പോയി കക്ക പറക്കി കൊടുക്കാനല്ല അവർ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കാണാതായ അവരുടെ സഹോദരനെ, മകനെ, അച്ഛനെ അവർക്ക് തിരികെ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ടാണ് നിങ്ങളുടെ പുറകെ നടന്നവർ അപേക്ഷിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണാനോ മനസ്സിലാക്കാനോ അതിന് തക്കതായ നടപടികൾ എടുക്കാനോ ഈ ഗവൺമെന്റിന് സമയമില്ല. നിങ്ങളുടെ തന്നെ പാർട്ടിക്കാരായ കുറച്ച് ന്യായീകരണ തൊഴിലാളികളുടെ പ്രശ്നം എന്താ? കടലിലേക്ക് പണിക്ക് പോയ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകൾ പറഞ്ഞ ഇംഗ്ലീഷാണ് പ്രശ്നം. ആ മകൾ മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യം ഉന്നയിച്ചതാണ് പ്രശ്നം. ഈ ന്യായീകരണ തൊഴിലാളികൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാല് ആ നാട്ടിലെ ജനമെന്ന നിലയ്ക്ക് ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് സൈബർ ബുള്ളിങ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവരെ തരംതാണ രീതിയിൽ അധിക്ഷേപിച്ച് കളയാം എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് 8ആയിട്ട് മടക്കി അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. പ്രളയം നടന്ന മേഖലകളിലെ ക്യാമ്പുകൾ പോലും മര്യാദയ്ക്ക് നോക്കി നടത്താൻ ഈ ഗവൺമെന്റിനോ ഈ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പാർട്ടിക്കാരായ പ്രവർത്തകർക്കോ കഴിവില്ല എന്നുള്ളത് എല്ലാ മലയാളികളും മനസ്സിലാക്കിയ സത്യമാണ്. അവിടെയും നിങ്ങൾക്ക് ഒരു പിടിവള്ളിയുള്ളൂ, അത് ന്യായീകരണമാണ്. പ്രളയബാധിതരായ മനുഷ്യന്മാർക്ക് അരി വിതരണം ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രവർത്തകർ തന്നെ പറയുകയാണ് പണ്ടാരം ഇതെല്ലാവർക്കും കൊടുക്കണമെന്ന്. അല്ല, നിങ്ങൾക്ക് പറ്റാത്ത പണിയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ചെയ്യുന്നേ? അത് പറ്റുന്ന ആണുങ്ങളുണ്ട് ഈ കേരളത്തില്, അവര് ചെയ്തോളൂന്നേ. നിങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കണമെന്ന് ഈ നാട്ടിലെ ഒരു ജനങ്ങളും പറയുന്നില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെതിരെ ചോദ്യം ഉയർത്തുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരല്ല CMA, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്, നിങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ. അത് മറക്കരുത്. പിന്നെ ന്യായീകരണ തൊഴിലാളികളോടൊന്നേ പറയാനുള്ളൂ, നീയൊക്കെ എന്തിനും ഏതിനും ഈ ന്യായീകരണം എഴുതി നടക്കുമ്പോ ഒന്ന് ഓർത്തു വെച്ചോ, ജന്തർ മന്ദറിലുണ്ടായ പ്രക്ഷോഭത്തിന് ശേഷം കുറെ സംഘികൾക്കുണ്ടായ തിരിച്ചറിവുണ്ട്. അത് താമസിയാതെ കേരളത്തിലെ കുറെ കൊങ്ങി ന്യായീകരണ തൊഴിലാളികൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇത്രയും നിസ്സാരമായിട്ട് കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കുറച്ച് മന്ത്രിമാര് തോന്നുന്ന പോലെ കുറെ തീരുമാനങ്ങൾ എടുത്തു വെച്ച് അത് വിചാരിച്ചതുപോലെ വർക്കായില്ല എന്ന് കണ്ടാല് ഒരു മടിയില്ലാതെ നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് വെറുതെ വിവരക്കേട് വിളിച്ചു പറയും, നോണ പറയും. അല്ല, ഇത് ഒട്ടും ശരിയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുൻ മുഖ്യമന്ത്രിയെ അവിടെ മെൻഷൻ ചെയ്യുക, ഒരു ചിരി ചിരിക്കുക, ഇത്രയേ ഉള്ളൂ. ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇതൊന്നും കാണാനല്ല ഈ നാട്ടിലെ ജനങ്ങളുള്ളത്. നിങ്ങൾ ഭരണം തുടങ്ങി ഇത്രയും നാള് പിന്നിട്ടിട്ട് ഏതെങ്കിലും ഒരു മേഖല രക്ഷപ്പെട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നൊരു നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങള് നിങ്ങളുടെ ഭരണത്തിൽ എത്രത്തോളം നിരാശരാണെന്ന് മനസ്സിലാക്കാൻ ഒരു റീഇലക്ഷൻ വെച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം അത്രയ്ക്ക് അതപ്പതിച്ച് പോയിരിക്കുകയാണ് നിങ്ങളുടെ ഭരണം. ഇനി എന്നാണ് ഇതൊക്കെ ശരിയാകുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. നിങ്ങളോട് ഈ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയ്ക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്റെ നാടിനെ, എന്റെ കേരളത്തെ ദയവായിട്ട് നശിപ്പിക്കരുത്. അവസാനമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റുള്ള മന്ത്രിമാരോടുമായിട്ട് എനിക്ക് ഒരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ, നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഇത് ഇവിടെ അവസാനിപ്പിക്കുക. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളതിലെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.